അപ്പം നമ്മുടെ ഈ ചിക്കൻ ലിവർ ഫ്രൈക്ക് നമുക്ക് വേണ്ടിയ 3 അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചത് 1 കുടം വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയത് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ്റെ ലിവർ. അപ്പം ഞാനിവിടെ ചിക്കൻ്റെ ലിവർ 600 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പാൻ എടുക്കുക. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എസൻസ് നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങണം. അപ്പോൾ അതൊന്ന് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവറല്ല, ചിക്കൻ്റെ ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് മുഴുവനായിട്ടും ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഒരു ടീസ്പൂൺ കുരുമുളക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ലിവറൊക്കെ ഒന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേക്കും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ലിവർ എന്ന് പറയുന്നത് ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ലിവറിനകത്തുനിന്ന് ഇറങ്ങി നന്നായിട്ട് ഈ വെള്ളം വറ്റണം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലേ നിങ്ങൾ വെക്കാവുള്ളൂ. ആ വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുരുമുളക് പൊടിയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ, മീഡിയം ഫ്ലെയിമിലിടുക, വെള്ളം വറ്റുന്നവരെ. വെള്ളം വറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ വേഗം അടുക്കി പിടിക്കുകയും ഒരുമാതിരി വേറൊരു ഹാർഡ് ടെക്സ്ചറായി പോവും നമ്മുടെ ലിവർ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും സിമ്മിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ. അപ്പം നമ്മുടെ ഈ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറൊക്കെ അടച്ച് വെക്കുകയും ചെയ്യരുത് കേട്ടോ. ലിവർ ഫ്രൈ ചെയ്യുമ്പോൾ അടച്ച് വെക്കുകയും ചെയ്യരുത്, തുറന്നിരുന്ന് തന്നെ അത് വേവണം. അപ്പോൾ ആ ചിക്കൻ ലിവറിനകത്ത് വെള്ളമൊക്കെ വറ്റുന്ന അപ്പോഴത്തേക്കും നമുക്ക് ഒരു പണിയുണ്ട് ചെയ്യാൻ. ഒരു പിടി കുരുമുളക്, ഒരു കൈപ്പിടി കുരുമുളക് എടുക്കുക. നന്നായിട്ട് ചതയ്ക്കുന്ന കല്ലേലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. നമ്മുടെ കല്ലേലിട്ട് ചതയ്ക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കല്ലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചതച്ചാലും പൊടിയാക്കിയാലും മതി. നമുക്ക് ഈ ഒരു ലിവർ ഫ്രൈ വെക്കുമ്പോൾ 2-3 പ്രാവശ്യം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ വെതറി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ സിമ്മിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് നന്നായിട്ടങ്ങ് റോസ്റ്റ് ആവട്ടെ. അത് ഓൾറെഡി ഇപ്പോൾ കുക്കായി കഴിഞ്ഞു. ഇനി അത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ, കുറച്ച് നേരം കൂടെ തീയിൽ കിടന്ന് നല്ല ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എരി മതിയോ എന്നുള്ളത്. കുറച്ചും കൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേണ്ട, എരി മതി എന്നുണ്ടെങ്കിൽ അത്ര മതി കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ലാസ്റ്റ് സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പോ എരിവോ ഒക്കെ വേണമെന്ന് നോക്കി. അപ്പോൾ ഇപ്പം നമ്മളുടെ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ ലിവർ ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഈവൻ ബ്രെഡിൻ്റെ കൂടെ പോലും നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും റെസിപ്പിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.